വളരെ പെട്ടെന്ന് നമ്മൾ മെക്സിക്കോയിലും അമേരിക്കയിലും മാത്രം പോയ പോരാ, നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ആവേശത്തിലേക്കൂടെ പോകേണ്ട സമീർ സി മുഹമ്മദ് കോഴിക്കോട് ചെത്തുകടവിൽ നിന്ന് ചേരുകയാണ്. കോഴിക്കോട് ചെത്തുകടവ് പറഞ്ഞാൽ ചാത്തമംഗലത്തിനടുത്തുള്ള ചെത്തുകടവ്. അപ്പൊ സമീറെ, എന്താണ് സമീറെ അവിടുത്തെ ഒരു ആവേശം എത്രമാത്രം ഉണ്ട്? ഒരു നേരിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ട്, അതൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ നമുക്കല്ലേ? മഹേഷ്, ജിൽസി, കിക്ക് ഓഫ് നടക്കുന്നത് വൻകരക്കപ്പുറത്താണെങ്കിലും ആവേശം ഇങ്ങനെ കേരളത്തിലാണ്, മലബാറിൽ പ്രത്യേകിച്ചും. കോഴിക്കോടും കണ്ണൂരും പാലക്കാടും മലപ്പുറത്തും ഒക്കെ അതിന്റെ ആവേശം നമുക്ക് കാണാനാവുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെത്തുകടവ് ഗ്രൗണ്ടിലാണ്. ഇവിടെ ചാലിയാറിന്റെ കൈവഴിയായിട്ടുള്ള ചെറുപുഴയോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ഗ്രൗണ്ടാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലായ്പ്പോഴും ആളുകൾ എത്തുന്ന, കളിക്കാനെത്തുന്ന ഒരു നല്ല സ്ഥലമാണ്. നമുക്കിപ്പോൾ കാണാം, രാവിലേക്ക് തന്നെ നല്ല ജനപങ്കാളിത്തമുണ്ട്. കായിക താരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ ആവേശത്തിലേക്ക് പോകാം. ബ്രസീലിന്റെ ഫാനാണെന്ന് തോന്നുന്നു. തീർച്ചയായും ബ്രസീലിന്റെ ഫാനാണ്. ഇപ്പം ആദ്യ മത്സരം കാണാനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? വളരെ വളരെ മികച്ച ഇതാണ്. 10-30 വർഷമായിട്ട് ഇവിടെ കളി നടക്കുന്നത്. അനിയറിന്റെ കീഴിലാണ്, ജാബിർ ഖാന്റെ കീഴിലാണ് കളി നടക്കുന്നത്. ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ആവേശം വളരെ കൂടുതലായിട്ടുണ്ട്. എല്ലാ ഫാൻസും തിരിഞ്ഞ് ഞായറാഴ്ച ഒരു മത്സരം വെച്ചിട്ടുണ്ട്. പിന്നെ കളി കാണാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. അപ്പം എന്ത് തന്നെയായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് ഈ വേൾഡ് കപ്പിന് വരവേൽക്കും. ബ്യൂട്ടി FC ചെത്തുകടവ് 100%. നമുക്കിപ്പോൾ നമ്മുടെ സാരഥി സിദ്ദീഖ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിരം പ്ലെയർ ആണല്ലേ? ഇവിടെ 10-22 വർഷമായിട്ട് ഇവിടെ വന്ന് കളിക്കുന്ന പ്ലെയറാണ്. ഇന്ന് രാവിലെ അതിനിടയ്ക്ക് ഡ്യൂട്ടിക്കും പോകും. പിന്നെ ഇവരെ ഒരു കൂട്ടായ്മയാണിത്. ചെത്തുകടവ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണ്. നല്ല സൗഹൃദത്തോടു കൂടിയാണ് ഇവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എങ്ങനെയുണ്ട് ആവേശമൊക്കെ? ഭയങ്കര ആവേശമാണ്. ഞങ്ങൾക്ക് സത്യത്തിൽ ഏറ്റവും ആവേശം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ കളിക്കുന്നില്ലെങ്കിലും നമുക്ക് അഭിമാനമുള്ള നമ്മുടെ കണ്ണൂരിന്റെ മുഹമ്മദ് തസ്ലീം കളിക്കുന്നത്. അതിന് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ഇന്ത്യ കളിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഈ ഖത്തറിന് വേണ്ടിയും ഞങ്ങൾ അർജന്റീനയാണ്, ഞാൻ അർജന്റീനയാണ്, എന്നാലും ഖത്തർ ജയിക്കട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. മുഹമ്മദ് തസ്ലീമിന്റെ ഇന്ത്യക്കാരനായ ഒരു ഏത് ടീമിനൊപ്പം? അർജന്റീന. അർജന്റീനയും ബ്രസീലും ആണോ കാര്യമായിട്ട്? പോർച്ചുഗലുണ്ട്. റൊണാൾഡോ കപ്പടിക്കണമെന്നാണ് ആഗ്രഹം. ക്രിസ്ത്യാനോയുടെ വിടവാങ്ങൽ ഈ കിരീട നേട്ടത്തോടെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അതൊരു സ്വപ്നമാണ്, നടക്കട്ടെ. എന്തായാലും നടക്കും. ജർമ്മനിയാണ് 2018, 2022 വേൾഡ് കപ്പിൽ ചെറുങ്ങനെ നിരാശപ്പെടുത്തിയെങ്കിലും 2026 വേൾഡ് കപ്പ് ജൂനിയർ നെഗൽസ്മാന്റെ കീഴിലുള്ള വമ്പൻ താരനിരയുമാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വമ്പൻ താരം എന്ന് പറഞ്ഞാൽ ജൂനിയർ മുസിയാല, പിന്നെ ജമാൽ മുസിയാല, പിന്നെ മാനുവൽ ന്യൂയർ, കിമ്മിച്ച് തുടങ്ങിയ വമ്പൻ താരനിരയുമായിക്കൊണ്ട് തന്നെ കളിക്കാനെത്തുന്ന ജർമ്മനിക്ക് ഈ പ്രാവശ്യം കപ്പ് ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമാ. സവനപ്പ് കൊടുത്തോലാ. ജർമ്മനിയും അർജന്റീനയും ബ്രസീലും പോർച്ചുഗലും ഒന്നും പ്രാവശ്യം കപ്പ് കൊണ്ടുപോയി. ഫ്രാൻസ് ഇതാന്റെ മക്കളല്ലാതെ കപ്പ് കൊണ്ടുപോയില്ല കേട്ടോ. 2 ഫൈനൽ കളിച്ച് ഒരു കപ്പ് കൊണ്ടുപോയി. 3ാമത്തെ ഫൈനൽ 2ാമത്തെ പ്രാവശ്യം കപ്പും കൊണ്ടാവും. പൊരലേക്കാട് പോകും. കപ്പ് വെക്കാൻ സ്ഥലമല്ല, എന്നാലും പ്രശ്നമില്ല, കപ്പ് കൊണ്ടുപോകും. ഖത്തറിൽ നഷ്ടമായത് ഇത്തവണ അമേരിക്കയിൽ ഉറപ്പ്. അതെന്ത് ചോദ്യാണ് ബ്രോ? എംബാപ്പെ മൊത്തം ചങ്കിടിപ്പ്. ബ്രസീലിലാണ് ജൂനിയർ നെയ്മറിന്റെ കീഴിൽ 7 കപ്പ് അടിച്ചു നിൽക്കുന്ന ടീമാണ്. 6ാം കിരീടം നേടി. ഞങ്ങൾ ഇപ്രാവശ്യം അമേരിക്ക ഞങ്ങൾ തൂക്കി. ഏറ്റവും കൂടുതൽ കപ്പുള്ളത് ഇപ്പോൾ ബ്രസീലിന്റെ ആൾമാരല്ല, അത് ഒന്നുകൂടി എണ്ണം ഈ കൊല്ലം കൂടി വർദ്ധിപ്പിക്കും. മഹേഷ്, ജിൽസി, വലിയ ആവേശം തന്നെയാണ്. ഓരോ ടീമുകളും അവരവരുടെ അവകാശവാദവുമായി എത്തുകയാണ്. എന്തായാലും നല്ല രീതിയിൽ വളരെ മനോഹരമായ ഒരു ലോകകപ്പ് കാണാനുള്ള ആ ഒരു കാത്തിരിപ്പിലാണ്. കിക്ക് ഓഫിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഇതിനോടകം തന്നെ അതിന്റെ ഒരു ആവേശം കേരളക്കര ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വലിയ ആവേശം, വലിയ ആരവം നമുക്ക് കാണാനാവുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതിനധികം ആവേശവും ആഘോഷവും നമുക്ക് കാണാനാകും. വിവിധ ഇടങ്ങളിൽ ബിഗ് സ്ക്രീനുകളുമായിക്കൊണ്ടാണ് ഫാൻസുകാർ അവിടെ കളി വളരെ വിശാലമായി കാണുന്നതിന് 2000-ഓളം പേർക്ക് കാണാവുന്ന സംവിധാനമാണ് പുതിയ പാലത്ത് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ നൈനാൻ വളപ്പിലും ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വലിയ ബിഗ് സ്ക്രീനുകൾ ഒരുക്കിക്കൊണ്ടാണ് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വളരെ മനോഹരമായിട്ട്, വളരെ സന്തോഷത്തോടു കൂടെ ആ കളികളൊക്കെ തന്നെ നേരിൽ കാണാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ആവേശത്തിനൊട്ടും കുറവില്ല. ജിൽസി, മഹേഷ്.